എന്തൊക്കെയാണ് കേരളത്തിലെ കോൺഗ്രസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം ആദരണീയനായ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പ്രചരണം ആരംഭിച്ച ടി.എൻ. പ്രതാപൻ തൃശ്ശൂരിലെ സിറ്റിംഗ് എം പിയാണ്. അദ്ദേഹം ഇന്ന് സ്ഥാനാർത്ഥിയല്ല. വടകരയിൽ ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കി മണ്ഡലം കൺവെൻഷനിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് കെ മുരളീധരൻ എം പിയെ മാറ്റുന്നു. അദ്ദേഹം അവിടെ പോസ്റ്ററുകൾ അടിച്ചു, ചുവരെഴുത്തുകൾ പൂർത്തിയാക്കി മണ്ഡലത്തിൽ പ്രചരണത്തിന് സജീവമാവുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ തൃശ്ശൂരിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇന്ന് കാണുന്ന കാഴ്ച തൃശ്ശൂരിൽ ടി.എൻ. പ്രതാപൻ അദ്ദേഹത്തിൻ്റെ ചുവരെഴുത്ത് മായ്ച്ച് അവിടെ കെ മുരളീധരൻ എം പിയുടെ ചുവരെഴുത്ത് പുതുതായി എഴുതുന്നതാണ്. അങ്ങനെ പരസ്പര വിരുദ്ധമായ പല സംഭവങ്ങൾ. കനകോലുവിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സിറ്റിംഗ് എം പിമാരെ പലരെയും മാറ്റുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. അങ്ങനെയായിരുന്നു ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നത്. പല സിറ്റിംഗ് എം പിമാരുടെയും വിജയം അസാധ്യമാണ്, പ്രതികൂല സാഹചര്യത്തിൽ പലരെയും മാറ്റേണ്ടി വരും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം കൊണ്ട് കാര്യങ്ങൾ ആകെ കീഴ്മേൽ മറിയുകയാണ്, ആകെ കുഴഞ്ഞു മറിയുകയാണ് കേരളത്തിലെ സംഭവവികാസങ്ങൾ. എന്താണ് സംഭവിച്ചത്? കാരണം കഴിഞ്ഞ ദിവസം പന്മജ വേണുഗോപാൽ എന്ന ആദരണീയനായ കെ കരുണാകരൻ്റെ മകൾ, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ്, പ്രധാനപ്പെട്ട പദവികളൊക്കെ വഹിച്ചിരുന്ന, പലതവണ മത്സരിച്ച ആളായ പന്മജ വേണുഗോപാൽ BJP-യിലേക്ക് ചേക്കേറി. ചില്ലറ എഫക്റ്റൊന്നുമല്ല പന്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശം കേരളത്തിലെ കോൺഗ്രസിൽ സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധി. സിറ്റിംഗ് എം പി ടി.എൻ. പ്രതാപന് തൻ്റെ സീറ്റ് നഷ്ടമായി. വടകരയിലെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള കെ മുരളീധരൻ എം പിക്ക് മണ്ഡലം മാറേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം ആദരണീയനായ കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പ്രചരണം ആരംഭിക്കുകയായിരുന്നു ടി.എൻ. പ്രതാപൻ. അതായിരുന്നു ഇന്നലത്തെ കാഴ്ച. ഇന്ന് കാണുന്നത് അതേ ടി.എൻ. പ്രതാപൻ തന്നെ തൻ്റെ ചുവരെഴുത്ത് മായ്ച്ച് അവിടേക്ക് കെ മുരളീധരൻ്റെ പേരെഴുതുന്നതാണ് കാണുന്നത്. വടകരയിൽ പോസ്റ്ററുകൾ പൂർണ്ണമായി അടിച്ച് ചുവരെഴുത്തുകൾ പൂർത്തിയാക്കി പാർലമെൻറ്റ് കൺവെൻഷനിലേക്ക് കടന്നിരുന്നു കെ മുരളീധരൻ എം പി. അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് അദ്ദേഹത്തിൻ്റെ സീറ്റും മാറ്റി ഇനി തൃശ്ശൂരിൽ പോയി മത്സരിക്കണം. അവിടേക്ക് വരുന്നത് ഷാഫി പറമ്പിൽ MLA ആണ്. നിലവിലെ കോൺഗ്രസിൻ്റെ പാലക്കാടുള്ള MLA ഷാഫി പറമ്പിൽ വടകര സീറ്റിലെത്തും. അങ്ങനെ ഈ പന്മജയുടെ BJP പ്രവേശത്തോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് ആടി ഉലയുകയാണ്. വലിയ തരത്തിലാണ് ആഘാതം സൃഷ്ടിച്ചിരിക്കുന്നത്. കനകോലുവിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു, സിറ്റിംഗ് എം പിമാർ പലരും തോൽക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അവരെ മാറ്റി പുതിയ ആൾക്കാരെ മത്സരിപ്പിക്കണം എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം വരെയുള്ള ചർച്ച. പന്മജ BJP-യിലേക്ക് പോയുടൻ തന്നെ ആ ചർച്ചകളൊക്കെ വഴിമാറി. ഈ പരാജയപ്പെടുമെന്ന് നേരത്തെ തന്നെ കനകോലു പ്രവചിച്ച സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വീണ്ടും മത്സരിക്കും. പത്തനംതിട്ടയിലെ ആൻഡോ ആൻ്റണി ഏറ്റവും മോശം സ്ഥാനാർത്ഥി മാറ്റണമെന്നായിരുന്നു കനകോലുവിൻ്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ആലത്തൂരിൽ സ്ഥാനാർത്ഥിയെ മാറ്റണം, കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനെ മാറ്റണം, ഒപ്പം തന്നെ ചാലക്കുടിയിൽ മാറ്റണം. കൊടിക്കുന്നിൽ സുരേഷ് 7 തവണയായി മത്സരിക്കുന്നു, ഇനി സാധ്യതയില്ലെന്നാണ് കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞത്. പക്ഷേ പത്മജയുടെ എഫക്റ്റോടുകൂടി കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. പരസ്യമായി നേതാക്കൾ പന്മജയുടെ പ്രശ്നം BJP-യിലേക്ക് പ്രവേശിച്ചത് തങ്ങളെ ബാധിക്കില്ല എന്നാണ് ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ ഈ വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശ്ശൂരിൽ കൊണ്ടുവരുന്നതും ടി.എൻ. പ്രതാപനെ അവിടെ നിന്ന് മാറ്റിയതും കോൺഗ്രസ് എത്രമാത്രം ആഘാതമാണ് പന്മജ ഇഫക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. പലതരത്തിലുള്ള ഉത്തരങ്ങൾ ഇനി കോൺഗ്രസ് നേതാക്കൾ പറയേണ്ടി വരും. ഒന്ന്, പന്മജയെ പോലെ കെ കരുണാകരൻ്റെ ആദരണീയനായ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ കോൺഗ്രസ് കെട്ടിപ്പടുക്കുന്നതിന് നിർണായകമായ പങ്കുവഹിച്ച കെ കരുണാകരൻ്റെ മകൾ പന്മജ വേണുഗോപാൽ എന്തുകൊണ്ടാണ് BJP-യിലേക്ക് ചേക്കേറിയത്, ഇനിയും എത്ര പേർ BJP-യിലേക്ക് ചേക്കേറും എന്ന ചോദ്യത്തിന് കോൺഗ്രസ് ഉത്തരം പറയേണ്ടി വരും. മറ്റൊരു കാര്യം, വടകരയിൽ നിന്ന് മുരളീധരൻ മാറുമ്പോൾ ഒരു ഒളിച്ചോടലല്ലേ എന്ന ചോദ്യം സ്വാഭാവികമായും വടകരയിലെ വോട്ടർമാർ അവിടുത്തെ പുതിയ സ്ഥാനാർത്ഥിയോട് ചോദിക്കും. ഇനി തൃശ്ശൂരിൽ വരുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് എന്തുകൊണ്ടാണ് ടി.എൻ. പ്രതാപനെ മാറ്റിയത് എന്ന ചോദ്യം തൃശ്ശൂരിലെ പ്രവർത്തകർ സ്വാഭാവികമായും ചോദിക്കും. ടി.എൻ. പ്രതാപൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സജീവ പ്രവർത്തകനാണ്. അദ്ദേഹം അതിൻ്റെ ദേശീയ നേതാവാണ്. നിരവധി സമരങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയ നേതാവ് കൂടിയാണ് ടി.എൻ. പ്രതാപൻ. അദ്ദേഹത്തിന് തൃശ്ശൂരിൽ നല്ല തരത്തിലുള്ള പിന്തുണയുമുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ പറയുന്ന പന്മജ വേണുഗോപാലിനേക്കാൾ പിന്തുണയുള്ളൊരു നേതാവാണ് ടി.എൻ. പ്രതാപൻ. അദ്ദേഹത്തിനെ മാറ്റിയാണ് പന്മജയുടെ സഹോദരനായിട്ടുള്ള കെ മുരളീധരൻ തൃശ്ശൂരിൽ വരുന്നത്. പക്ഷേ തൃശ്ശൂരിൽ കെ മുരളീധരൻ മത്സരിക്കുമ്പോൾ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ വാഹനത്തിൽ, തുറന്ന വാഹനത്തിൽ സുരേഷ് ഗോപിക്കൊപ്പം സ്വന്തം സഹോദരി പന്മജ വേണുഗോപാൽ BJP-യുടെ ചിഹ്നവുമായി എതിരെ ഉണ്ടാകും. ഇതിൻ്റെ ഉത്തരം മുരളീധരൻ മറുപടി പറയേണ്ടി വരും. അങ്ങനെ ആകെ കുഴഞ്ഞു മറിഞ്ഞ അന്തരീക്ഷത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അനിശ്ചിതത്വം അവസാന ഘട്ടം വരെ തുടർന്നു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മണ്ഡലങ്ങൾ മുഴുവനായി മാറ്റുന്നു.
പന്മജ വേണുഗോപാലിൻ്റെ ബി ജെ പിയിലേക്ക് പോയതിൻ്റെ എഫക്റ്റിൽ ആഘാതം കോൺഗ്രസ് നേരിടാൻ പോവുകയാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധവും അതുതന്നെയായിരിക്കും. കാരണം ഉത്തരേന്ത്യയിൽ BJP-യിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോകുന്നത് സാധാരണ സംഭവമാണ്. അതാത് സ്ഥലങ്ങളിലെ PCC അധ്യക്ഷന്മാർ പോകുന്നു, മുൻ മുഖ്യമന്ത്രിമാർ പോകുന്നു, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മന്ത്രിമാർ പോകുന്നു, ദേശീയ നേതാക്കൾ പോകുന്നു. പക്ഷേ കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് പോയത്. ഒന്ന് AK ആന്റണി എന്ന ഏറ്റവും ആദർശധീരനാണ് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറയുന്ന AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പോയി. രണ്ടാമത് കേരളത്തിൽ കോൺഗ്രസ് കെട്ടിപ്പടുക്കുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ച K കരുണാകരൻ്റെ മകളും പോയിരിക്കുന്നു. അത് ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ. ആ ഘട്ടത്തിലാണ് മണ്ഡലം മാറ്റിയുള്ള പരീക്ഷണം. ഏതു തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിരുന്നാലും കോൺഗ്രസിൻ്റെ 20 സ്ഥാനാർത്ഥികളും വരും ദിവസങ്ങളിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ചോദ്യം ഇത് തന്നെയായിരിക്കും. കാരണം ഈ BJP-യിലേക്ക് കോൺഗ്രസിൽ ചെയ്യുന്ന ഓരോ വോട്ടും അത് BJP-യിലേക്ക് പോകുന്നു. എങ്ങനെ കോൺഗ്രസ് നേതാക്കളെ വിശ്വസിക്കാനാകും എന്ന ചോദ്യമുണ്ടാകും. പന്മജ വേണുഗോപാൽ തുടങ്ങിയ ആ ചോദ്യമായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ, UDF നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്.